യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നമ്മൾ പുറത്തു വന്ന് കതവ് ലോക്ക് ചെയ്യും. രണ്ടും കൂടി വിഷപ്പുകയേറ്റ് ഇതിനകത്ത് കിടന്ന് ചത്തോളും. അല്ല, അവര് ചൂടാക്കുന്ന സാധനം ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഉപയോഗിക്കും. അത്രയ്ക്ക് മുടിഞ്ഞ് തണുപ്പല്ലേ. അവരിപ്പോ വരും. നമ്മളെ കണ്ട ആ ഡ്യൂപ്ലിക്കേറ്റ് കീ ഒപ്പിച്ചെന്ന് ആ പയ്യന്റെ പണി പോവും. അല്ല, അവരിതിനകത്ത് കിടന്ന് നിലവിളിച്ചാൽ ആരെങ്കിലും വന്ന് കതക് തുറന്നു കൊടുത്താലോ? പുക വന്ന് തുടങ്ങുമ്പോഴേക്കും അവരുടെ ബോധം പോവും. നീ ധൈര്യമായിട്ടിരിക്കുക. എന്താ മോളെ, തണുക്കുന്നുണ്ടോ? ഹീറ്റർ ഇടാം. ഇതാരാ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നേ? കതക് തുറക്ക്. ഹലോ, കതക് തുറക്കാൻ, കതക് തുറക്കാൻ. നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഒരു പൂച്ചക്കുട്ടിയും വരില്ലടി. കതക് തുറക്കാൻ. പാവങ്ങള് ശ്വാസം മുട്ടി ചാവും. നമുക്ക് തുറന്നു വിട്ടാലോ? ആരാ ഇത് ചെയ്തത്? എടോ, അപ്പൊ നിനക്ക് നിന്റെ കാശ് വേണ്ടേ? മര്യാദയ്ക്ക് വേണം. ആരും മനഃപൂർവ്വം പൊട്ടിയതാണെന്നാ തോന്നുന്നേ. ഹലോ, എന്താ 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 മാഡം, എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? കാണാൻ പറ്റുന്നില്ലേ? എന്തുപറ്റി? ഈ മുറിക്കകത്ത് എങ്ങനെ പുക വന്നു? എങ്ങനെ വന്നു? എന്നോടാണ് ചോദിക്കുന്നേ? എടോ, ഇവിടെ എന്ത് സുരക്ഷയുള്ളത്? ഞങ്ങള് പുറത്തു പോയ സമയത്ത് ഈ റൂം തുറന്നത് ആരാ? കീ റിസപ്ഷനിൽ ഏൽപ്പിച്ചല്ലേ ഞങ്ങള് പോയത്? അല്ല മാഡം, നിങ്ങൾ അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഒന്നെങ്കിൽ നിങ്ങള്, അല്ലെങ്കിൽ മറ്റാർക്കോ കീ കൊടുത്തു. അവരിതിനകത്ത് കയറി ആ ഹീറ്ററിൽ എന്തോ കൃത്രിമം കാണിച്ചു. ആർക്കാ നിങ്ങൾ കീ കൊടുത്തത്? അതോ നിങ്ങളാണോ ചെയ്തത്? പറയണം മിസ്റ്റർ. അയ്യോ, ഞാനല്ല. ഞാൻ ഈ റൂമിന്റെ ചാബി മറ്റാർക്കും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? നിങ്ങൾക്കെല്ലാം അറിയാം. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഞാൻ പോലീസിനെ വിളിക്കാം. എടോ, തനിക്കറിയാവോ, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയാ. എന്റെ അടുത്ത് വേലത്തരം കാണിച്ചാലുണ്ടല്ലോ, മര്യാദക്ക് സത്യം പറയാം. ഇല്ലെങ്കിലേ ഈ ഹോട്ടലിൽ ഞാൻ പൂട്ടിക്കും. കാണണോ നിനക്ക്? മാഡം, ഈ മുറിക്ക് മറ്റൊരു ചാവി ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാ. അത് എന്റെ കൈവശം തന്നെയാണുള്ളത്. മാഡം ധൈര്യമായിട്ട് പോയി പോലീസിനെ അറിയിക്കും. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും ഒന്ന് അറിയണമല്ലോ. എന്താ മോളെ, ചേച്ചി കാണണോ? തനിക്കും വന്നിട്ട് തരാം. വാ മോളെ. ഇതെങ്ങനെ
ഇതെങ്ങനെ സംഭവിച്ചു? ശ്വാസമുട്ടലൊക്കെ ഇപ്പൊ മാറും. നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങാം. കുറച്ച് ശുദ്ധമായി കിട്ടുമ്പോ ഈ അസ്വസ്ഥതയൊക്കെ മാറും. വാ, എണ്ണിക്കാം. മോള് പേടിക്കണ്ട, നീ ഇവിടെ തന്നെ കിടന്നു. ചേച്ചിയുടെ കൂടെ തന്നെ നിന്നാ മതി. വീശലോവക്കം എന്ന് പണ്ട് പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ലേ? ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ മനസ്സിൽ നമ്മളത് പാടി ഉറപ്പിക്കണം. പിന്നെ നമുക്ക് എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റും. ചോട്ടു, മോൾ ഇനി വേറെ മുറിയിലൊന്നും പോണ്ട, ഇവിടെ കിടന്നാ മതി. ഇവിടെ ആരെങ്കിലും വന്നാ നിന്റെ ചേച്ചി മൂക്കിടിച്ച് പപ്പടമാക്കും. ഇങ്ങനെ ഇരിക്കുന്ന മൂക്ക് ചപ്പിപ്പരന്ന് പിന്നെ സംസാരിക്കുമ്പോ ഈ ചൈനക്കാര് പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. ഈ റിസോർട്ടില് നമുക്ക് എങ്ങനെ വിശ്വസിച്ച് കഴിയാൻ പറ്റും? ആരായിരിക്കും ഹീറ്ററില് മുളക് പൊടി ഇട്ടത്? നമ്മള് സീതക്കുന്നിൽ വെച്ച് കണ്ട അവന്മാര് തന്നെ ഇവിടെ വന്നു കാണോ? അവരിവിടെ തന്നെ ഉണ്ട്. ക്യാൻറ്റീനിൽ വെച്ച് അവരെ കണ്ടതല്ലേ? ഏതാണ്ട് അശ്ലീല കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്നത് അവന്മാരല്ലേ? അടിവാരം മുതല് അവര് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ നമുക്ക് ഈ റിസോർട്ട് മാറാം, അല്ലെങ്കിൽ ഈ വിവരം സ്റ്റേഷനിൽ അറിയിക്കണം. അതെ, അറിയിക്കണം. മസ്റ്റായിട്ട് അറിയിക്കണം. അവന്മാർ ഈ റിസോർട്ടിലല്ല താമസം, അടുത്തെവിടെയോ ആണ്. ഞാൻ പിന്നെ ഇത് ഈസിയായി വിട്ടത്. സാധാരണ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഗ്രൂപ്പായിട്ട് വരുന്നവരുടെ ഉദ്ദേശം കള്ളുകുടിയാ. പൊടിച്ചു കഴിയുമ്പോൾ സുന്ദരിമാരായ പെൺപിള്ളേരെ കാണുമ്പോൾ ഇളക്കം തുടങ്ങും. എനിക്ക് തോന്നുന്നത് ഏതോ ഞരമ്പ് രോഗികളാണെന്നാ. അതോ ദർശന ഭയപ്പെടുന്നത് പോലെ കരുതിക്കൂട്ടി പിന്തുടരുന്നതാണോ? ആ ഫോട്ടോ എടുത്ത് അയച്ചവനില്ലേ, ആ ഗ്രൂപ്പ് ലീഡർ, അവന്റെ കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. റൂം റെഡി ആയിട്ടുണ്ട് മാഡം. എങ്ങനെയാ ഇത് സംഭവിച്ചത്? നിങ്ങൾ അറിയാതെ ആരോ ചെയ്തതാണെന്ന് പറഞ്ഞാലേ അത് വിശ്വസിക്കാൻ ഞങ്ങളത്ര വിഡ്ഢികളൊന്നും അല്ല. ഇവിടെ താമസിക്കാൻ വരുന്നവരുടെ സുരക്ഷിതത്വം അത് നോക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാ. ഇത് പുറത്തുനിന്ന് വന്ന ആരോ ചെയ്തതായിരിക്കും. ഇവിടെ വരുന്ന എല്ലാവരെയും ശ്രദ്ധിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം ഇവിടെ ഇപ്പൊ സ്റ്റാഫുകൾ കുറവാ. ഞാൻ തന്നെ എല്ലായിടത്തും ഓടിയെത്തണം. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാ നിങ്ങളെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അത് കൃത്യമായി നിങ്ങൾ പാലിച്ചേ പറ്റൂ. ശരി മാഡം. ഓക്കെ. അപ്പോ യതിസാർ അശ്വമേധം തുടങ്ങിക്കഴിഞ്ഞു. VGC പിടിച്ചെടുക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി. കമ്പനിയുടെ ഓഫീസിൽ പോയി പവിത്രൻ സാറിന്റെ ക്യാബിനിൽ പവിത്രൻ സാറിരുന്ന അതേ കസേരയിൽ കയറിയിരുന്നു ഭരണവും തുടങ്ങി.